നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. അതും പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. പൂയം നക്ഷത്രം 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശനത്തിന് നമ്മൾ സംക്രമം എന്ന് പറയുന്നു. അതായത് സൂര്യന്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം. ആ സംക്രമത്തിന്റെ ഫലമായാണ് വിഷു ഉണ്ടാവുന്നത്. എന്നാൽ ഇക്കൊല്ലം ഏപ്രിൽ 14 സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും അത് സൂര്യോദയത്തിന് ശേഷമാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 14 എന്നത് ഈ പ്രാവശ്യം ഏപ്രിൽ 15 വിഷു മാറിയിട്ടുണ്ട്. സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധി പ്രകാരം ഉള്ള വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ വിഷുഫലം പൂയം നക്ഷത്രം മധ്യഷർഗത്തിൽ വരുന്നതിനാൽ ഇവർക്ക് വിഷുഫലം ലോക ബഹുമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണങ്ങളും കിട്ടുന്നതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 മണിക്ക് എൻ്റെ ചാനലിൽ വീഡിയോ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടർന്ന് വരുന്ന വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ വിഷു സംക്രമത്തിന്റെ ഫലമായി 27 നക്ഷത്രങ്ങളെയും രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ, മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ, അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ, അതുകൂടാതെ ആദ്യ ഖഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ, രണ്ടാം ഷഡ്ഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ, അതായത് രണ്ടാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദ്യം, രണ്ടാമത്തെ മധ്യഷഡ്ഗം, മൂന്നാമത്തെ അന്ത്യഷഡ്ഗം. അപ്പൊ ഇങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കണേ. അതായത് ശൂലമെന്നും ഷഡ്ഗമെന്നുമാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ നല്ല ഒരു സമയമാണ് തരുന്നത്. ഇവർക്ക് വിഷുഫലം പല ലോക ബഹുമാനാദികളും കിട്ടാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജനപ്രീതിയും വിശേഷ വസ്ത്രങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവർക്ക് കിട്ടാൻ ഈ വർഷം അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ ഇവർക്ക് കിട്ടുകയും ചെയ്യും. തൊഴിൽ സംബന്ധമായി നോക്കുമ്പോൾ ഇവർക്ക് തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന സമയം. തൊഴിൽ സംബന്ധമായിട്ട് കുടുംബത്തിൽ സമാധാനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? ശനിയാണ്. ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ് കാട്ടുന്നവരാണ്. ഈ പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ സഹാനുഭൂതിയോടെ പെരുമാറാൻ മിടുക്കന്മാരാണ്, അല്ലെങ്കിൽ മിടുക്കികളാണ്. വിഷുഫലമായി മറ്റു ഫലങ്ങൾ നോക്കുമ്പോൾ ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനും നല്ല ജോലിയിൽ പ്രവേശിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. പൊതുരംഗത്ത് ഇവർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു സമയമായിരിക്കും. അവഗണിച്ചിരുന്നവർ ഇവരെ അംഗീകരിക്കുന്ന ഒരു സമയത്തിലേക്ക് വരും കാര്യങ്ങൾ. ഇവരെ തള്ളിപ്പറഞ്ഞവർ ഇവരിലേക്ക് അടുത്തു വരുന്ന ഒരു സമയമായി.
സമൂഹത്തിലും കുടുംബത്തിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഇവർക്ക്. സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തിക നില മെച്ചപ്പെടും. വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വിഷുബലം. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കാനും സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ അല്ലെങ്കിൽ മറ്റ് മംഗളകർമ്മങ്ങൾ, വിവാഹം അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു വിഷുഫലമാണ് ഇവരെ സംബന്ധിച്ച്. സമൂഹത്തിലും കുടുംബത്തിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഈ വിഷുഫലമായി ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. സാമ്പത്തിക നില വളരെ മെച്ചപ്പെട്ടതായിരിക്കും ഇവരെ സംബന്ധിച്ച്. വീട്ടുപകരണങ്ങൾ വാങ്ങുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയം. വിവാഹം നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ വിഷുഫലം. ഇവരെ സംബന്ധിച്ച് വിവാഹത്തിന് അനുയോജ്യമായ ഒരു സമയമാണ്. വീട് താമസം നടക്കും. അതായത് ഗൃഹപ്രവേശനം നടക്കാൻ സാധിക്കുന്ന ഒരു സമയം. നിങ്ങൾ പെര പണിതിട്ടുണ്ടെങ്കിൽ അവിടെ പാല് കാച്ചൽ, അതായത് ഗൃഹപ്രവേശനം എന്നിവ നടത്താനായിട്ട് പറ്റിയ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. സമൂഹത്തിൽ ഉത്തരവാദിത്തം കിട്ടും. സമൂഹത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഇവർക്ക് നല്ല ജോലി കിട്ടുന്ന സമയമാണ്. ജോലി ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനും സാധിക്കും. ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം കിട്ടും. അപ്പൊ ജോലി സംബന്ധമായ മറ്റു കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്ന സമയവും കൂടിയാണ്. ഇവർ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ കഴിയുന്ന സമയമാണ്. പൊതുവെ നല്ല വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് വരുന്നത്. അപ്പൊ വിഷുഫലമായി സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഈ പഞ്ചാംഗ വിധി പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.